പുതുവത്സരാഘോഷങ്ങൾക്ക് സർക്കാരിന്റെ പ്രത്യേക ഇളവ്. സംസ്ഥാനത്ത് ബാറുകൾ നാളെ രാത്രി 12 മണി വരെ പ്രവർത്തിക്കും. പ്രത്യേക ഇളവ് നൽകി സർക്കാർ ഉത്തരവിറക്കി. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അരുണ്, ഇതിപ്പോൾ ആദ്യമായാണെന്ന് തോന്നുന്നു അല്ലേ ഈ ബാറിന്റെ പ്രവർത്തന സമയം കൂട്ടുന്നത്, അതും ഒരു പുതുവത്സര ദിനത്തിൽ? എന്താണ് സർക്കാർ ഉത്തരവിന്റെ വിശദാംശങ്ങൾ? അരുൺ, കേൾക്കാമോ? രഞ്ജിത്ത്, ആദ്യമായാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ ന്യൂ ഇയർ ആഘോഷിക്കാനായി ബാറുകൾക്കും അതുപോലെ ബിയർ ആൻഡ് വൈൻ പാർലറുകൾക്കും പ്രവർത്തന സമയം ദീർഘിപ്പിച്ച് നൽകുന്നത്. നാളെ ന്യൂ ഇയർ ഈവാണ്. 31-ാം തീയതി രാത്രി 12 മണി വരെ ബാറുകൾ, സംസ്ഥാനത്തെ ബാറുകളും ബിയർ ആൻഡ് വൈൻ പാർലറുകളും തുറന്ന് പ്രവർത്തിക്കും. എന്നാൽ KCB ബിവറേജ് കോർപ്പറേഷൻ്റെയോ അല്ലെങ്കിൽ കൺസ്യൂമർ ഫെഡിൻ്റെയോ ഔട്ട്ലെറ്റുകൾക്ക് ഇളവില്ല. ബാറുകൾക്കും അതുപോലെ തന്നെ ബിയർ ആൻഡ് വൈൻ പാർലർക്കും മാത്രമാണ് പ്രത്യേക ഇളവ്. ഇത് സംബന്ധിച്ച ഉത്തരവ് അല്പസമയം മുമ്പ് സർക്കാർ പുറത്തിറക്കി. ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി തിരക്ക് കുറക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു ക്രമീകരണം ഏർപ്പെടുത്തുന്നത്. രാത്രി 12 വരെ സംസ്ഥാനത്തെ ബാറുകൾക്കും അതുപോലെ ബിയർ ആൻഡ് വൈൻ പാർലറുകൾക്കും തുറന്ന് പ്രവർത്തിക്കാം. ആദ്യമായാണ് ഇത്തരമൊരു ഇളവ് സർക്കാർ നൽകുന്നത്. സാധാരണഗതിയിൽ രാവിലെ 10 മുതൽ രാത്രി 11 മണി വരെയാണ് സംസ്ഥാനത്തെ ബാറുകളുടെയും ബിയർ ആൻഡ് വൈൻ പാർലറുകളുടെയും പ്രവർത്തന സമയം സർക്കാർ എക്സൈസ് പോളിസി പ്രകാരം അനുവദിച്ചിട്ടുള്ളത്. അതിൽ ഒരു ദിവസത്തേക്ക് ഇളവ് നൽകുകയാണ്. കാരണം നമുക്കറിയാം, എല്ലായിടത്തും വലിയ ആഘോഷങ്ങളും DJ പാർട്ടികളും ഒക്കെ പ്രധാനപ്പെട്ട ബാറുകളിലൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ആളുകൾ പൊതുവിൽ ബാറുകളിലേക്ക് എത്തുന്നത് കൂടുതലാണ്. വലിയ കച്ചവടവും ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അത്തരത്തിൽ ബാറുകൾക്ക് ഇത്തരമൊരു ഇളവ് നൽകുന്നത്. നാളെ രാവിലെ 10 മണിക്ക് തുറക്കുന്ന ബാറുകൾ രാത്രി 12 മണി വരെ പ്രവർത്തിക്കും. ബാറുകൾ മാത്രമല്ല, ബിയർ ആൻഡ് വൈൻ പാർലറുകൾക്കും ഈ ഇളവുണ്ടാകും. എല്ലാ പ്രധാനപ്പെട്ട ബാർ ഹോട്ടലുകളിലും ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുണ്ട്. സ്വാഭാവികമായും അത് 12 മണി വരെയാണ് ഈ ആഘോഷങ്ങൾ നീണ്ടുപോകുന്നത്. 12 മണിക്ക് പുതുവത്സര പിറവിയോടുകൂടിയാണ് ആഘോഷങ്ങൾ അവസാനിപ്പിക്കാറുള്ളത്. പക്ഷേ നേരത്തെയൊക്കെ ഈ ബാറുകൾ തുറന്ന് പ്രവർത്തിക്കാൻ കഴിയാതെ ഈ പുതുവത്സര ആഘോഷങ്ങൾക്ക് ആ സമയത്തേക്ക് 12 മണി എന്ന പുതുവത്സര പിറവിയിൽ ബാറുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. അതിനും 11 മണിക്ക് തന്നെ അടയ്ക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ നാളെ അതിന് ഇളവ് നൽകുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ഇത്തരമൊരു പ്രത്യേക ഉത്തരവ് ഇറക്കുന്നത്. ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു സമയ ക്രമീകരണമുള്ളത്. നാളെ രാത്രി 12 മണി വരെ സംസ്ഥാനത്തെ ബാറുകളും ബിയർ ആൻഡ് വൈൻ പാർലറുകളും പ്രവർത്തിക്കും. അതായത് കോളടിച്ചിരിക്കുന്ന അരുൺ ബാർ ഉടമകൾക്കാണ്. നമുക്കറിയാം, വലിയ കച്ചവടം ഇതുമായി ബന്ധപ്പെട്ട് നടക്കും, സംശയമില്ല. 12 മണി വരെയൊക്കെ ഒരുപാട് ആളുകൾ നിരത്തിലുള്ള സമയമാണ്. നിരവധി പരിപാടികളുണ്ട്. ഈ സർക്കാരിൻ്റെ മദ്യശാലകൾക്ക് ഈ ഇളവ് നൽകാതെ അല്ലെങ്കിൽ കൂടുതൽ സമയം പ്രവർത്തിക്കാതെ സ്വാഭാവികമായി ബാറുകൾക്ക് മാത്രം ഇളവ് നൽകുന്നത് വിമർശന വിധേയമാവുകയും ചെയ്യും, സംശയമില്ല. രണ്ട് തരത്തിൽ ആളുകൾ ഇതിനെ കാണുമെന്ന് ഉറപ്പാണ്. ഒന്ന്, രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ബാറുകൾക്ക് മാത്രം കൂടുതൽ പ്രവൃത്തി സമയം എന്നുള്ളത് സ്വാഭാവികമായും ബാർ ഉടമകളെ സഹായിക്കാനാണെന്ന ചോദ്യവും വിമർശനങ്ങളൊക്കെ ഉയർന്നു വരാം. സർക്കാരിൻ്റെ ഔട്ട്ലെറ്റുകൾക്ക് സാധാരണ പ്രവൃത്തി സമയവും ബാറുകൾക്ക് സർക്കാരിൻ്റെ KTDC ഉൾപ്പെടെയുള്ള ബിയർ വൈൻ പാർലറുകൾക്കൊക്കെ ഇതിൻ്റെ ഗുണം ലഭിക്കും. ബിയർ ആൻഡ് വൈൻ പാർലർക്കും അതുപോലെ തന്നെ മദ്യം വിൽക്കാൻ അനുമതിയുള്ള ബാറുകൾക്കും സർക്കാർ ഹോട്ടലുകളിലെ ബാറുകൾക്കുമൊക്കെ സമാനമായ ഇളവ് ലഭിക്കും. അതിനപ്പുറത്തേക്ക് സ്വാഭാവികമായും ബാർ ഉടമകൾക്ക്, സ്വകാര്യ ബാർ ഉടമകൾ തന്നെയാണ് സംസ്ഥാനത്ത് കൂടുതലുള്ളത്, അവർക്ക് ഇതൊരു ലാഭം ഉണ്ടാക്കാനുള്ള അവസരം തന്നെയാണ്. മറിച്ച് ഈ ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലുമൊക്കെ ഉള്ളവർക്കും വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു. അത്തരം ആവശ്യങ്ങളും സർക്കാരിന് മുന്നിൽ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അവർക്കും അതുപോലെ തന്നെ മദ്യപാനികൾക്ക് അല്ലെങ്കിൽ ഈ പുതുവത്സര ആഘോഷത്തിന് മദ്യ നിർബന്ധമുള്ളവർക്കും ബാറുകൾ പോകുന്നവർക്ക് സ്വാഭാവികമായും 11 മണിക്ക് തന്നെ അവിടെ നിന്ന് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടാകും. അല്ലെങ്കിൽ കാരണം ബാറുകൾ അടയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അവരുടെ ആവശ്യം കൂടി പരിഗണിക്കുന്നു. രണ്ട് തരത്തിലും ആളുകൾ ഇതിനെ കാണുമെന്ന് ഉറപ്പാണ്. ബാറുകൾക്ക് കൂടുതൽ പണമുണ്ടാക്കാനുള്ള അവസരം തന്നെയാണ്. അത് സർക്കാർ ബാറുകൾക്കും അതുപോലെ തന്നെ ഈ സ്വകാര്യ മേഖലയിലെ ബാർ ഉടമകൾക്കൊക്കെ പണമുണ്ടാക്കാം. അതുപോലെ തന്നെ ഈ ആഘോഷിക്കാനെത്തുന്നവർക്ക് മദ്യപിച്ച് തന്നെ ആഘോഷിക്കാൻ നിർബന്ധമുള്ളവർക്ക് അതിനുവേണ്ടി ബാറുകളിൽ എത്തുന്നവർക്കും ഇത് സന്തോഷം നൽകുന്ന വാർത്തയാണ്. അത് ക്രമസമാധാന പ്രശ്നങ്ങൾ സ്വാഭാവികമായും പലപ്പോഴും ഉണ്ടാകുന്നതാണ്. അതുകൂടി ഒരു കൺസേണായി പോലീസ് സ്വാഭാവികമായി കാണാറുമുണ്ട്. 11 മണിക്ക് ബാറുകൾ അടയ്ക്കുമ്പോൾ മദ്യപിച്ച ആളുകളൊക്കെ വീടുകളിലേക്ക് പോകുമെന്നൊരു ആശ്വാസം പോലീസിനുണ്ടായിരുന്നു. പക്ഷേ നാളെ അതുണ്ടാകില്ല. ബാറുകളിൽ എത്തുന്നവർക്ക് മദ്യപിച്ച വാഹനം ഓടിച്ചാൽ സ്വാഭാവികമായും പിടിവീഴും. അതിന് പകരം സംവിധാനങ്ങൾ അവർ തേടേണ്ടി വരും. പക്ഷേ ഈ 12 മണി വരെ ബാറുകളിൽ മദ്യപിക്കാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത്. ഇതൊരു മുന്നറിയിപ്പായി കൂടി അത്തരം ആളുകൾ
കാണേണ്ടതുണ്ട്. മദ്യപിച്ച് വാഹനമോടിച്ച പോലീസിൻ്റെ കർശന സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പരിശോധനകളൊക്കെ ഇന്ന് രാത്രി മുതൽ തന്നെ ആരംഭിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും മദ്യപിച്ച് വാഹനമോടിക്കാൻ അനുവദിക്കേണ്ട കർശന നിലപാട് പോലീസ് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ബാറുകളുടെ പ്രവൃത്തി സമയം ഒരു മണിക്കൂർ ദീർഘിപ്പിച്ച് തന്നെയാണ് സർക്കാരിൻ്റെ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. അത് അല്പസമയത്തിനകം ഉത്തരവ് ലഭ്യമാകും. ഉത്തരവ് ഇതിനകം സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. അത് ബാറുകൾക്കുമൊക്കെ സന്തോഷം നൽകുന്ന, ഈ മദ്യപിച്ചു തന്നെ പുതുവത്സരം ആഘോഷിക്കുന്നവർക്കും സന്തോഷം നൽകുന്ന വാർത്തയായി കൂടിയാണ്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും സംസ്ഥാനത്തെ ബാറുകൾ നാളെ 12 മണി വരെ, പുതുവത്സര ദിനമായ നാളെ 12 മണി വരെ ഉണ്ടാകും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്ത് ആദ്യമായാണ് ബാറുകൾ ഇത്തരത്തിൽ 12 മണി വരെ പ്രവർത്തിക്കാൻ അനുമതി നൽകുന്നത്. സർക്കാരിൻ്റെ മദ്യശാലകൾക്ക് ഈ ഇളവില്ല, പ്രവർത്തന സമയത്തിൽ വ്യത്യാസമില്ല. പക്ഷേ ബാർ ഉടമകൾക്ക് കോളടിച്ചിരിക്കുന്നു. നാളെ 12 മണി വരെ ബാറുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാം. വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്.